ഞാൻ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മുനമ്പത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് വീട് വെച്ച് താമസിക്കുന്ന അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും അവരുടെ റവന്യൂ അവകാശങ്ങൾ ഏതു വിധത്തിലും നിയമപരമായി സ്ഥാപിച്ചെടുക്കുകയും സ്ഥായിയായ പരിഹാരമാർഗം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. മുനമ്പത്ത് താമസിക്കുന്ന സാധാരണ നിലയിൽ അതിന് അവകാശമുള്ള ജനങ്ങളെ ഒരു കാരണവശാലും ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടുകയോ ഏതെങ്കിലും വിധത്തിൽ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുപോലെ സ്ഥലം MLA കൂടിയായിട്ടുള്ള ശ്രീ KN ഉണ്ണികൃഷ്ണൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് സബ്മിഷനായി ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അന്നു തന്നെ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നികുതി അടയ്ക്കാനുള്ള അവകാശം റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ആ റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെ, തഹസിൽദാരുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഉത്തരവിനെ സിംഗിൾ ബെഞ്ചിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകുകയുണ്ടായി. സാധാരണ നിലയിൽ മുനമ്പത്തെ ജനങ്ങളോട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും അവരുടെ അവകാശവും ഉറപ്പുള്ളതുകൊണ്ടാണ് റവന്യൂ വകുപ്പ് അങ്ങനെ സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങളുടെ പണി തീർന്നു, ഇനി കോടതിയല്ലേ നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു പിന്മാറുന്നതിനു പകരം നേരിട്ട് അവിടെ വിഷയങ്ങൾ പഠിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയുടെ മുമ്പാകെ കൊടുത്ത അവരുടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധി സിംഗിൾ ബെഞ്ച് റവന്യൂ വകുപ്പിന്റെ വാദം പൂർണ്ണമായി കേട്ടതിന് ശേഷം ആ വിധി മോഡിഫൈ ചെയ്തുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി പോക്കുവരവ് നടത്താനും നികുതി അടയ്ക്കാനുമുള്ള അവകാശം കൊടുത്തു. പക്ഷേ ആ അവകാശത്തെ വീണ്ടും ഒരു സംഘം ആളുകൾ ഡിവിഷൻ ബെഞ്ചിലൂടെ സ്റ്റേ ചെയ്ത് വീണ്ടും ആ കേസ് സിംഗിൾ ബെഞ്ചിനോട് പരിഗണിക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ആ തീരുമാനത്തിനെതിരെയും ഹൈക്കോടതിയെ ഇപ്പോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുധാരണയിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് സമീപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഇതിന്റെ അർത്ഥം റവന്യൂ അവകാശങ്ങൾ അവർക്ക് നൽകണമെന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പിനോ ഗവൺമെന്റിനോ മറ്റൊരു അഭിപ്രായമില്ല. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പറവൂരിലെ കോടതി, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ഇത്തരം വിധികളിലൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വെർഷനുകളും ഉയർന്നു വന്നിരുന്നു. രേഖകളിലും അത്തരം വെർഷനുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും നിയമപാലകരും പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് 952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം ഈ കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ച് ഒരു ജുഡീഷ്യൽ അഭിപ്രായം സർക്കാരിന് ലഭിക്കാൻ ആവശ്യമായിട്ടാണ് CNRനെ ചുമതലക്കാരനായിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. സാധാരണ നിലയിൽ അതൊരു ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പല നിലവാരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെ, നിർദ്ദേശങ്ങളെ, കോടതി വിധികളെ എല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമപരമായി ഏതെല്ലാം വിധത്തിലാണ് ഇവർക്ക് റെമഡി ഉണ്ടാക്കി കൊടുക്കുക, സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന് തരാൻ വേണ്ടി മാത്രമാണ് ഒരു മുൻ ജസ്റ്റിസ് കൂടിയായിട്ടുള്ള CNRനെ ചുമതലക്കാരനായിട്ട് ഒരു കമ്മീഷനെ തന്നെ നിയമിച്ചത്. അദ്ദേഹം തന്നെ ഇന്നലെ പറയുകയുണ്ടായി, 30-നകം അതിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നമുക്ക് ലഭ്യമായാൽ നിയമപരമായിട്ടുള്ള വെറ്റിങ്ങിലൂടെ ഏതു മാർഗത്തിലാണോ അവർക്ക് സ്ഥായിയായ ഭൂമിയുടെ പരിഹാര മാർഗം ഉണ്ടാക്കി കൊടുക്കുക, ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം. ഒരു വിധത്തിലും മുനമ്പത്തിലെ സാധാരണക്കാരായ വീട് വെച്ചു താമസിക്കുന്ന മനുഷ്യരോട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളോട് ഏതെങ്കിലും വിധത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായം സർക്കാരിനില്ല. നിയമപരമായിട്ട് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതുകൊണ്ട് കേവലം നിയമവകുപ്പോ AGയോ ഒരു നിർദ്ദേശം മേടിക്കുന്നതിന് പകരം ഒരു കമ്മീഷനെ തന്നെ നിയമിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം ഒരു കമ്മീഷനെ തന്നെ നിയമിച്ചുകൊണ്ട് അതിന്റെ വിദഗ്ധാഭിപ്രായം തേടലാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ആ വിദഗ്ധാഭിപ്രായത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കമ്മീഷൻ എടുക്കുന്ന ഒരു തീരുമാനത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലെങ്കിലും ആ വിദഗ്ധാഭിപ്രായം ലഭ്യമായാൽ ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊരു ബെഞ്ചിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ഒരു വട്ടമേശ സമ്മേളനത്തിൽ തീരുന്നതല്ല. അതിന് നിയമപരമായിട്ടുള്ളൊരു പിൻബലം വേണം. ആ പിൻബലത്തിന് പറ്റുന്ന ഏറ്റവും നല്ല മുൻ ജസ്റ്റിസ് കൂടിയായിട്ടുള്ള CNRന്റെ നേതൃത്വത്തിലുള്ള ഈ പരിശോധന മെയ് മാസത്തിൽ തന്നെ കൃത്യതയോടുകൂടിയുള്ള സർക്കാരിന് ഉപദേശം തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള രൂക്ഷ വിമർശനമുണ്ട്. എല്ലാത്തിന്റെ ഉത്തരവാദി സർക്കാരാണെന്നും കേരളം പാസാക്കിയ ബില്ല് കടലിൽ താഴുമെന്നൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വിമർശനം. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി പറഞ്ഞതിനെല്ലാം നമ്മൾ മറുപടി പറഞ്ഞാൽ എന്താവും സ്ഥിതി? മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിന് നമുക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ?
അദ്ദേഹം ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ അഭിപ്രായ പ്രകടനങ്ങളോട് ഏതെങ്കിലും വിധത്തിൽ പ്രതികരിക്കാൻ ഇപ്പൊ ഞങ്ങൾ തയ്യാറല്ല. അതിനെല്ലാം അർഹിക്കുന്ന പ്രജ്ഞയോടെ ബന്ധപ്പെട്ട ആളുകൾ തള്ളിക്കളയും. ചരിത്രത്തിന്റെ മുമ്പിൽ ലഭ്യമാകുന്ന നീതിയായിരിക്കും നാളെ പരിശോധിക്കപ്പെടുക. ഒരു നീതി ലഭ്യമാകുന്നത് വരെ ആരെല്ലാം എന്തെല്ലാം അഭിപ്രായം പറഞ്ഞു എന്നായിരിക്കില്ല നാളെ ചരിത്രം രേഖപ്പെടുത്തുക. അവർക്ക് ലഭ്യമാകുന്ന റെമഡി ആയിരിക്കും നാളെ ചരിത്രം രേഖപ്പെടുത്തുക. ആ റെമഡിയിൽ ഞാനും കൂടി പറഞ്ഞൊന്ന് കേൾക്കണം. ആ റെമഡിയിൽ കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത വളരെ പ്രധാനപ്പെട്ട റോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഗവൺമെന്റ് എല്ലാ ഘട്ടത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള വിവാദത്തിനല്ല ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുനമ്പത്തെ ജനങ്ങൾക്ക്, ഞാൻ അർത്ഥശങ്കയില്ലാത്ത വിധം പറയുന്നു, മുനമ്പത്തെ ജനങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാര മാർഗം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അനാവശ്യ വിവാദങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങളിപ്പോഴെന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. എത്രയോ തർക്കങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ തർക്കങ്ങളിലൊക്കെ അവസാനം എത്തിച്ചേരുമ്പോൾ ഏതാണ് ശരിയെന്ന് പൊതുസമൂഹം ബോധ്യപ്പെട്ട അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഏതെല്ലാം വിധത്തിലുള്ള നുണപ്രചരണങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാലും മുനമ്പത്തെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണാനല്ല കേരളത്തിലെ ഗവൺമെന്റിന് താല്പര്യം. കേരളത്തിലെ ഗവൺമെന്റ് എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും രേഖയും കൊടുക്കാൻ തീരുമാനമെടുത്തൊരു ഗവൺമെന്റാണ് എന്നുള്ളതുകൊണ്ട് സ്ഥായിയായി ഇവരുടെ പ്രശ്നം പരിഹരിക്കലാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ പരിഹാരമാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഗോൾ. അതിനു മുമ്പും ശേഷവും ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാവില്ല സർക്കാരിന്റെ ലൈൻ. പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമിയുടെ അംഗീകാരം കൊടുക്കലായിരിക്കും സർക്കാരിന്റെ ലൈൻ.